നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് 2014 ആരംഭിക്കുകയാണ്. ആദ്യം ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് തലക്കെട്ടുകൾ നോക്കാം. കൂടുതൽ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് കോൺഗ്രസുമായി പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തർക്കം തീരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മൂന്നാം മുന്നണിയിൽ പ്രതീക്ഷയർപ്പിച്ച സമാജ്വാദി പാർട്ടി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കില്ല. പ്രധാനമന്ത്രിയെ പിന്നീട് തീരുമാനിക്കുമെന്ന് രാം ഗോപാൽ യാദവ്. ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. റോബർട്ട് വാദ്രയുടെ ഇടപെടലുകൾക്കെതിരെ ശബ്ദമുയർത്തിയ ഹരിയാന കോൺഗ്രസ് എം പി ബിജെപിയിൽ ചേർന്നു. കൂടുതൽ പേർ പാർട്ടി വിടുമെന്ന് റാവു ഇന്ദർജിത് സിംഗ്. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് നാളെ സോണിയാഗാന്ധി കേരളത്തിൽ. കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷൻ മറ്റന്നാൾ കൊച്ചിയിൽ. കെപിസിസി അധ്യക്ഷ നിയമനത്തിലെ അതൃപ്തി അറിയിക്കാൻ എഐ ഗ്രൂപ്പുകൾ. വാജ്പേയിക്കും ഭാഗ്യക്കേടായ 13. പലവട്ടം വാജ്പേയിയെ ചതിച്ച 13ന്റെ കഥയുമായി ഇലക്ഷൻ ന്യൂസ് ആർക്കൈവ്സ്. ഇലക്ഷൻ ന്യൂസ് 2014ലേക്ക് വിശദമായി. ഇന്നത്തെ ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവിൽ പി കെ കുഞ്ഞാലിക്കുട്ടി. ലോക്സഭാ സീറ്റ് വിഭജനം യുഡിഎഫിന് കീറാമുട്ടിയാക്കാൻ മുസ്ലിം ലീഗും രംഗത്ത്. ലീഗിന് കൂടുതൽ സീറ്റ് വേണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുന്നണിയിലെ പ്രശ്നം തീർത്താൽ മതി, സീറ്റ് വേണ്ടെന്ന നിലപാട് പാർട്ടിക്കില്ല. അതേസമയം സീറ്റ് വിഭജനം ഗൌരവമായ വിഷയമായി മുന്നണിക്ക് മുമ്പാകെയില്ലെന്നും അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി കെ ആർ ശിവകുമാറിനോട് പറഞ്ഞു. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഞങ്ങൾക്ക് പ്രശ്നം തീർത്താൽ മതി, സീറ്റ് വേണ്ട എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്ന റിപ്പോർട്ടുകളൊന്നും ശരിയല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി യു ഡി എഫിലെ ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ, തർക്കം എന്ന് ഞാൻ പറയുന്ന പോലില്ല, അത്ര വലിയ തർക്കമില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുഴുവൻ തീരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ ആർക്കും പറയാൻ കഴിയില്ല. അതേസമയം CPM-നോട് ലീഗിന് മൃദു സമീപനമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. ഈ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ മാറുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കേരളത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറുണ്ട്, LDF UDF. പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള സോഫ്റ്റ് കോർണറും കാര്യങ്ങളും ഒന്നും രാഷ്ട്രീയത്തിൽ സാധ്യമല്ലല്ലോ. ഇന്നത്തെ ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യലിൽ രാം ഗോപാൽ യാദവ്. മൂന്നാം മുന്നണി അധികാരത്തിലെത്തുമെന്ന് സമാജ്വാദി പാർട്ടി. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. It will continue not only after the parliamentary session, but it will continue in the elections, during elections, after elections, and after elections. This front will form the government. And will be the Prime Minister campaign before this? No, that will be decided later on. And what about this support to the Congress now? At this point of time, we are in a position that the political parties associated with the third front will be in a position to form the government themselves. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് VM സുധീരനെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ AI ഗ്രൂപ്പുകളിൽ വ്യാപക അതൃപ്തി. സുധീരനെ ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ നാളെ കേരളത്തിലെത്തുന്ന AICC അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇരു ഗ്രൂപ്പുകളും നേരിൽ കണ്ട് ഈ എതിർപ്പ് അറിയിക്കുമെന്നാണ് സൂചന. VM സുധീരന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധമറിയിച്ച മുഖ്യമന്ത്രി സുധീരന് നൽകിയ സ്വീകരണ ചടങ്ങ് കൂടി ബഹിഷ്കരിച്ചതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം കൂടിയത്. സുധീരൻ സ്ഥാനമെടുക്കുന്ന ദിവസം കോൺഗ്രസ് മുഖപത്രത്തിന് അവധി നൽകിയ വിവാദം കൂടി വന്നതോടെ വിഷയം കടുത്തു. ഇതോടെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ തന്നെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടു. തന്റെയും ഗ്രൂപ്പിന്റെയും അതൃപ്തി മുഖ്യമന്ത്രി മുകുൾ വാസ്നിക്കിനെ അറിയിച്ചു. ആദ്യം മുതൽ VM സുധീരനെ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും എതിർത്തിരുന്നു. രണ്ടുപേരെയും മറികടന്നാണ് സുധീരനെ നിയമിച്ചതെന്നത് മാത്രമല്ല, ഇവരെ അറിയിക്കാതെ നിയമിച്ചു എന്നാണ് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായത്. ഈ അതൃപ്തി മുഖ്യമന്ത്രി പരസ്യമായി പറയുകയും ചെയ്തു. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും പറയുന്ന അതേപടി അംഗീകരിക്കാനാണോ ഹൈക്കമാൻഡ്? ഇത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്.
ആരെയൊക്കെ അറിയിച്ചു, ആരൊക്കെയായിട്ട് ആലോചിച്ചു എന്നുള്ളത് നിങ്ങൾ ഹൈക്കമാൻഡിനോട് ചോദിക്കുക. അവരുടെ ആൾ വരുമല്ലോ. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സോണിയാഗാന്ധി കൊച്ചിയിലെത്തുന്നത്. നേരെ ലക്ഷദ്വീപിലെത്തിയ ശേഷം ശനിയാഴ്ച കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികൾ അവർ പങ്കെടുക്കും. ഇതിനിടെ തങ്ങളുടെ അതിർത്തി സോണിയാഗാന്ധി അറിയിക്കാനാണ് ഗ്രൂപ്പ് നേതൃത്വങ്ങളെല്ലാം തയ്യാറെടുക്കുന്നത്. തന്റെ നിയമനത്തെ തുടർന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന വിവരം VM സുധീരനും സോണിയാഗാന്ധി അറിയിക്കും. സോണിയാഗാന്ധി എത്തുന്നതിന് മുമ്പ് പ്രശ്നം പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. VM സുധീരന്റെ KPCC പ്രസിഡന്റായി നിയമിച്ചതിനെ ചൊല്ലിയുള്ള പ്രശ്നം തീർക്കാൻ ഹൈക്കമാൻഡ് നീക്കം. AICC സെക്രട്ടറി ദീപക് ബാബ്രിയ മുഖ്യമന്ത്രിയെ കണ്ടു. സുധീരന്റെ സ്ഥാനമേറ്റെടുക്കൽ, സ്വീകരണ ചടങ്ങുകളിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്ന സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. സുധീരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിലെ പോരായ്മ പരിഹരിക്കുമെന്ന് ദീപക് ബാബ്രിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷം അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുമായി സോണിയാഗാന്ധി സംസാരിക്കും. നരേന്ദ്രമോദിയോടുള്ള നിലപാടയച്ച് അമേരിക്ക. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി നാൻസി പവൽ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായിരിക്കും മോദിയെന്ന തിരിച്ചറിവാണ് നിലപാടയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ദീൻദയാൽ പെട്രോളിയം സർവകലാശാല സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ ഗുജറാത്തിലെത്തിയ നാൻസി പവൽ അഹമ്മദാബാദിലെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് നരേന്ദ്രമോദിയെ കണ്ടത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടുനിന്നു. മോദിക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ലെന്ന് വ്യക്തമാക്കിയാണ് നാൻസി പവൽ മടങ്ങിയത്. ഗുജറാത്ത് കലാപത്തെ തുടർന്ന് 2005 നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ നിഷേധിച്ചത്. തുടർന്ന് ബ്രിട്ടനും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളും ഓസ്ട്രേലിയയുമെല്ലാം മോദിയെ വിലക്കി. എന്നാൽ മോദിയോടുള്ള വിദേശ രാജ്യങ്ങളുടെ സമീപനത്തിൽ കാതലായ മാറ്റമാണ് അടുത്ത കാലത്തുണ്ടായിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പോടെ ബഹിഷ്കരിക്കാനാകാത്ത ജനപ്രതിനിധിയായി മോദി വളരുമെന്ന തിരിച്ചറിവ് ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. അമേരിക്ക കൂടി അയഞ്ഞതോടെ മോദിക്കുള്ള ആഗോള തൊട്ടുകൂടായ്മയാണ് നീങ്ങിയിരിക്കുന്നത്. 2012 ഫെബ്രുവരിയിൽ മോദിക്കെതിരെ തെളിവില്ലെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ 10 വർഷം നീണ്ട വിലക്ക് ബ്രിട്ടൻ അവസാനിപ്പിച്ചു. തുടർന്ന് യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയയും മോദിയെ അംഗീകരിച്ചു. കഴിഞ്ഞ വർഷം മാർച്ചിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി അമേരിക്കയിലെ വാട്ടർ ഇന്ത്യ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കാനുള്ള മോദിയുടെ നീക്കം പ്രതിഷേധത്തെ തുടർന്ന് പാളി. അമേരിക്കയിൽ നിന്നുള്ള വ്യവസായികളുടെ സംഘവും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള സംഘവും മോദിയെ സന്ദർശിച്ചു. ഇപ്പോൾ അമേരിക്കയുടെ ഇന്ത്യയിലെ സ്ഥാനപതി തന്നെ മോദിയെ സന്ദർശിച്ച സാഹചര്യത്തിൽ അമേരിക്കൻ വിസയും വൈകില്ലെന്ന് അനുമാനിക്കാം. മോദിക്കിപ്പോൾ അമേരിക്കൻ വിസ വേണ്ടെന്നാണ് BJP പ്രതികരിച്ചത്. നാൻസി പവൽ ഏതു മുഖ്യമന്ത്രിയെ വേണമെങ്കിലും സന്ദർശിക്കാമെന്ന് പറഞ്ഞ് സംഭവത്തെ നിസ്സാരവൽക്കരിക്കാൻ കോൺഗ്രസും ശ്രമിച്ചു. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ മോദിക്കെതിരെയുള്ള വംശഹത്യയുടെ ആരോപണം മാറ്റിയിട്ടില്ല. എന്നാൽ എക്സിറ്റ് ഫലങ്ങൾ ഉൾപ്പെടെ BJPക്കും മോദിക്കും അനുകൂലമായി വരുമ്പോൾ ലോകരാജ്യങ്ങൾ മോദിയെ അംഗീകരിക്കാൻ നിർബന്ധിതമാകുകയാണ്. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുഡ്ഗാവിൽ നിന്നുള്ള കോൺഗ്രസ് MPയും 1ാം UPA സർക്കാരിൽ മന്ത്രിയുമായിരുന്ന റാവു ഇന്ദ്രജിത് സിംഗ് BJPയിൽ ചേർന്നു. കഴിഞ്ഞ 3 വർഷമായി ഹരിയാനയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെയും റോബർട്ട് വാദ്രയുടെ ഭൂമിയിടപാടുകൾക്കെതിരെയും ഇന്ദ്രജിത് സിംഗ് വിമത ശബ്ദം ഉയർത്തിയിരുന്നു. ഹരിയാനയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇന്ദ്രജിത് സിംഗ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹരിയാന കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന റാവു ഇന്ദ്രജിത് സിംഗ് ത്രിവർണ്ണ ഷോൾ ഉപേക്ഷിച്ച് കാവിയും പച്ചയും ചേർന്ന ഈ ഷോളിലേക്ക് മാറിക്കഴിഞ്ഞു. ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ കടുത്ത എതിരാളിയായി അറിയപ്പെടുന്ന ഇന്ദ്രജിത് സിംഗ് റോബർട്ട് വാദ്രയുടെ ഭൂമി ഇടപാടുകൾക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ടത്. റോബർട്ട് വാദ്രയുടെ ഭൂമി ഇടപാടുകൾക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ലെന്ന് റാവു ഇന്ദ്രജിത് സിംഗ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. I had asked that there should be inquiry not only in Robert Vadra's case, it should be an inquiry on all land transactions in Haryana, which I think are a little suspect. 4 വട്ടം MLAയും 3 വട്ടം MPയും 1ാം UPA സർക്കാരിൽ മന്ത്രിയുമായിരുന്ന റാവു ഇന്ദ്രജിത് സിംഗ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി. യുവനേതാവായ അശോക് തൻവറിനെ PCC അധ്യക്ഷനാക്കിയ തീരുമാനം വൈകിപ്പോയി. ഹരിയാനയിൽ 9 സീറ്റുള്ള കോൺഗ്രസ് ഇത്തവണ തകരും. കൂടുതൽ MLAമാരും നേതാക്കളും പാർട്ടി വിടാൻ തയ്യാറെടുക്കുകയാണെന്നും ഇന്ദ്രജിത് സിംഗ് പറഞ്ഞു. There are a lot of not only MPs but a lot of even MLAs or MLA hopefuls who've begun to approach me ever since I declared that I would be joining the BJP on the 13th of this month. But this is a decision that has to be taken by the BJP hierarchy. ഉത്തരേന്ത്യയിൽ ഹരിയാന BJPക്ക് ബാലികേറാമലയായി തുടരുമ്പോൾ റാവു ഇന്ദ്രജിത് സിംഗിന്റെ കടന്നുവരവ് വലിയ പ്രതീക്ഷയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി പത്തനംതിട്ട ജില്ലയിലുള്ളവർ മത്സരിക്കണമെന്ന ആവശ്യം വർദ്ധിക്കുന്നു. ആവശ്യത്തിന് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണയുമുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇക്കാര്യത്തിൽ പ്രതീക്ഷയുമുണ്ടായിരുന്നു. എന്നാൽ കോട്ടയം ജില്ലയുടെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കൂടി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനൊപ്പം ചേർന്നതോടെ ആന്റോ ആന്റണിക്ക് അനുകൂലമായി നറുക്ക് വീണു. ജില്ലയിലെ എതിർപ്പുകളെ മുളയിലെ തന്നെ നുള്ളിക്കളയാൻ ആന്റോ ആന്റണിക്ക് കഴിയുകയും ചെയ്തു.
എന്നാൽ ഇന്ന് അതല്ല ചിത്രം. ജില്ലയിൽ നിന്നും സീറ്റ് ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ ജില്ലക്കാരൻ ഒരാളുണ്ടാകണം എന്നത് പാർട്ടിക്കാരുടെയും നാട്ടുകാരുടെയും താല്പര്യമാണ്. ആ താല്പര്യം എന്നും എപ്പോഴും ഉണ്ടാകും. ഈ വിവരം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് പരസ്യമായി പറയാനും ജില്ലാ നേതൃത്വം മടി കാണിച്ചില്ല. പത്തനംതിട്ട DCC പ്രസിഡന്റ് P. മോഹൻരാജ് ഉൾപ്പെടെയുള്ളവർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം തേടുകയാണ്. ആന്റോ ആന്റണിക്ക് അഥവാ അവസരം കിട്ടിയാലും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. 13-ൽ കുടുങ്ങി AB വാജ്പേയി. കാണാം ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ബാലറ്റ് പെട്ടിയുടെ കഥകൾ കൗതുകകരമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ പോരാട്ടങ്ങളുമായി പാർലമെന്റ് സ്ട്രീറ്റ്. 13 എന്ന സംഖ്യ ലക്ഷണം കെട്ടതാണെന്ന വിശ്വാസം ലോകമെമ്പാടുമുണ്ട്. ഇന്ത്യയിൽ ഈ സംഖ്യ പാരയായത് AB വാജ്പേയിക്കാണ്. ഒരു തവണയല്ല, പലവട്ടം. 1996 ജൂൺ 1-ന് AB വാജ്പേയി രാജിവെക്കുമ്പോൾ 13 ദിവസമായിരുന്നു രാജ്യത്തെ ആദ്യ BJP സർക്കാരിന്റെ പ്രായം. അങ്ങനെ ഏറ്റവും ആയുസ് കുറഞ്ഞ കേന്ദ്ര സർക്കാരിനെ നയിച്ച റെക്കോർഡ് വാജ്പേയിക്കായി. 2 വർഷത്തിനുശേഷം 1998 മാർച്ച് 19-ന് വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രിയായി. 13 ദിവസത്തെ കടമ്പ കടന്ന് ആ സർക്കാർ 13 മാസം തികച്ചു. 1999 ഏപ്രിൽ 17-ന് വിശ്വാസ വോട്ടെടുപ്പിൽ ഒറ്റ വോട്ടിന് തോറ്റ് വാജ്പേയി പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞു. 3-ാം വട്ടം 13-ന്റെ ഭാഗ്യദോഷം കൂസാതെ 1999 ഒക്ടോബർ 13-ന് AB വാജ്പേയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇത്തവണ BJP സർക്കാർ 5 വർഷം തികച്ചു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റു. അപ്പോഴുമുണ്ടായിരുന്നു 13-ന്റെ വിളയാട്ടം. വോട്ടെണ്ണൽ നടന്നത് 2004 മെയ് 13-ന്. വാജ്പേയിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കറുത്ത പാടായ മറ്റൊരു സംഭവമുണ്ടായി ഒരു 13-ന്. BJP സർക്കാരിന് ആകെ അപമാനമായ പാർലമെന്റ് ഭീകരാക്രമണം നടന്നത് 2001 ഡിസംബർ 13-നായിരുന്നു. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി വോട്ടർമാരുടെ പ്രതികരണം അറിയാം. ആം ആദ്മിയിൽ MP-മാർക്ക് പെരുമാറ്റച്ചട്ടം വേണോ? ആം ആദ്മിയിൽ വോട്ടർമാരുടെ പ്രതികരണം തേടുകയാണ്. കൊച്ചിയിൽ നിന്ന് അഞ്ജുരാജ്. തെലങ്കാന വിഷയത്തിൽ ഇന്ന് പാർലമെന്റിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആളുകളുടെ പ്രതികരണം തേടുന്നത്. നമ്മുടെ MP-മാർക്ക് പെരുമാറ്റച്ചട്ടം ആവശ്യമാണോ? MP-മാർ തന്നെ ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ അവരെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ അതിന് ചെയ്ത വളരെ മോശമായിപ്പോയി. ക്രിമിനൽ ഒഫൻസ് പോലെ തന്നെ എടുക്കണം. അപ്പോൾ അതൊരു നോർമൽ സിറ്റിസണിന് ഒരു മറ്റൊരാളെ ആക്രമിച്ചാൽ എന്താണ് ശിക്ഷ കൊടുക്കുന്നത്, അത് ഇത് ഇവർക്കും കൊടുക്കണം. സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും പാടില്ല. അതിന് പ്രത്യേക പെരുമാറ്റച്ചട്ടം വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ രാജ്യം ഭരിക്കുന്ന MP-മാരെന്ന് പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് കുറച്ചൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു നിലവാരം അല്ല. നമ്മൾ അവർ കുറച്ചും കൂടി ഉയർന്നൊരു നിലവാരത്തിൽ ചിന്തിക്കേണ്ട ആളുകളാണ് അവർ. ഈ ഒരു MP-മാരുടെ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മാറ്റം ആവശ്യമാണ്. ശരിക്കും അത്യാവശ്യമാണ്. കാരണം വളർന്നു വരുന്ന പുതിയ തലമുറകൾക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ അവരുടെ പെരുമാറ്റ രീതികളെല്ലാം കാണുമ്പോഴാണ് വളരെ മോശമായ ഒരു പെരുമാറ്റം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ക്വാളിഫിക്കേഷൻ്റെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം കൊണ്ട് തന്നെ നേടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ കുറേയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവരെ തിരഞ്ഞെടുത്തിടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ആക്ച്വലി പാർലമെൻറ്റിലൂടെ കാണുന്നത്. അപ്പം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തന്നെ ജനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് അയക്കുക എന്നുള്ളത്. വെറും പാർട്ടി കൂറ് നോക്കാതെ നല്ല ആൾക്കാരെ അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. അൺപാർലമെന്ററി വേർഡ്സും ഇങ്ങനെ തമ്മിൽ തല്ലുന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നമ്മുടെ MP-മാർ ഒരിക്കലും പാർലമെന്റിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന അങ്ങനെ അവർ തിരിച്ച് റീകോൾ ചെയ്യാനുള്ള ഒരു പെർമിഷനൊന്നും ഇന്ത്യൻ സിറ്റിസൺസിന് തരാത്തത് കൊണ്ട് നമുക്കൊരിക്കലും അവരെ തിരിച്ച് റീകോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ മാത്രമല്ല വേറെ പലരെയും നമുക്ക് പിൻവലിക്കേണ്ടി വരും. നമ്മുടെ MP-മാരുടെ പാർലമെന്റിലെ പെരുമാറ്റ മര്യാദകൾ കർശനമായി നിരീക്ഷിക്കപ്പെടണമെന്നും അതിന് പെരുമാറ്റച്ചട്ടം ഉണ്ടാകണമെന്നും തന്നെയാണ് ചെറുപ്പക്കാരുടെ അഭിപ്രായം. ഇലക്ഷൻ വാർത്തകളിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ കൊലപാതകം UDF-നെതിരെ സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി പ്രചാരണ വിഷയമാക്കും. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം വിയർക്കുക കൊലപാതകം നടന്ന വയനാട് മണ്ഡലത്തിലാകും.
കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് UDF വിജയിച്ച വയനാട് മണ്ഡലത്തിൽ ഇത്തവണ പക്ഷേ UDFന് നില അത്ര ഭദ്രമല്ല. കുടിയേറ്റ കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുണ്ടാക്കിയ ആശങ്ക, MP MI ഷാനവാസ് മണ്ഡലത്തിൽ സജീവമല്ലെന്ന പരാതി, MP ഫണ്ട് വിനിയോഗിച്ചതിൽ ഷാനവാസ് അവഗണിച്ചെന്ന മുസ്ലിം ലീഗിന്റെ പരാതി, വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം, അങ്ങനെ നിരവധി തലവേദനകളിലായിരുന്നു UDF. ഇതിനിടയിലാണ് കോൺഗ്രസ് ഓഫീസിലെ കൊലപാതകം. കോൺഗ്രസ് നേതാവ് കൂടിയായ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് പ്രതിയാവുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് പൂർണ്ണമായും പ്രതിരോധത്തിലായി. കോൺഗ്രസ് ഓഫീസിൽ വെച്ചൊരു സംഭവം നടക്കുമ്പം അത് എല്ലാ കോൺഗ്രസുകാർക്കും അതിൻ്റെ ക്ഷീണമുണ്ടല്ലോ, സ്വാഭാവികമല്ലേ. കോൺഗ്രസ് പ്രതിക്കൂട്ടിലായപ്പോൾ കൂട്ടുകക്ഷിയായ മുസ്ലിം ലീഗും സഹായത്തിനെത്തിയില്ല. ദുരൂഹത ജനത്തിനുണ്ട്, അത് നീക്കം ചെയ്യണം. നിലവിലുള്ള വിഷയങ്ങൾക്കൊപ്പം അപ്രതീക്ഷിതമായി കിട്ടിയ കൊലപാതകം കൂടി സമർത്ഥമായി ഉപയോഗിച്ചാൽ വയനാടും ഇത്തവണ ചുവക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും അപമാനിതരാകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. പ്രവർത്തകർക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാമെന്ന് SNDP യോഗത്തിന്റെ പ്രമേയം. അതേസമയം യോഗം നേരിട്ട് പാർട്ടി രൂപീകരിക്കില്ലെന്നും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളുള്ളവരുടെ കൂട്ടായ്മയാണ് SNDP യോഗം. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ കാലാകാലങ്ങളിലായി യോഗത്തിന് ലഭിച്ചിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈഴവ തീയ സമുദായങ്ങളെ അവഗണിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സാമൂഹ്യനീതി ഉയർത്തിക്കാട്ടി സമുദായങ്ങളിൽ നിന്നും ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുമായി മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പ്രവർത്തകർക്ക് യോഗം സർവ്വസ്വാതന്ത്ര്യം അനുവദിക്കുന്നു. പ്രമേയം പറയുന്നു. ചേർത്തലയിൽ ചേർന്ന SNDP നേതൃയോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രമേയം. നേരത്തെ തന്നെ 52ഓളം പിന്നോക്ക സമുദായങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ SNDP ശ്രമം തുടങ്ങിയിരുന്നു. ഈ കൂട്ടായ്മ രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. അതേസമയം നിലവിലുള്ള ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കേണ്ട എന്ന തീരുമാനം SNDPയുടെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന JSS രാജൻ ബാബു വിഭാഗത്തിന് തിരിച്ചടിയാണ്. രഞ്ജിത്ത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. താൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ പരാജയം രുചിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിജയപരമ്പര തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. പാർട്ടി അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു MP പോലും ഇല്ലായിരുന്നുവെന്ന് ചെന്നിത്തല ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. കേരളത്തിലെ കോൺഗ്രസിനും UDFനും വിജയങ്ങൾ മാത്രമാണ്, ഒരു പരാജയം പോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രീ VM സുധീരനും ശ്രീ VD സതീശനും അടക്കമുള്ള പുതിയ KPCC നേതൃത്വത്തിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ഒടുവിൽ കുമ്പസാരമട്ടിൽ ഒരു പറഞ്ഞുപോകൽ. അതൊരിക്കലും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയായിരുന്നില്ല, പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/ജനവിധി 2014. യുവ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും കാണാം. ഇലക്ഷൻ ന്യൂസ് 2014 ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വൈകിട്ട് 7:30 വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് എത്തും.